ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള സ്വിസ് ബ്രാൻഡ് റോളക്സിനെ സഹായിച്ച വേറൊരു സ്വിസ് വാച്ച് കമ്പനീനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം തീക്കട്ടയിൽ കുറുമ്പായിരിക്കുമെന്ന്. ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഒരു ക്രോണോഗ്രാഫ് മത്സരത്തിനെ പറ്റി പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കുറെ ക്രോണോഗ്രാഫുകൾ ഓട്ടോമാറ്റിക് വെർഷൻ പുറത്തിറങ്ങി. അത് ഉപയോഗിക്കുന്നവരാ ബ്രൈറ്റ്ലിംഗ്, ക്യൂവർ, ഹാമിൽട്ടൺ. ഇവരുടെ ഇടയിൽ ഒരു പുലി ഉണ്ടായിരുന്നു, റോളക്സ്. അവരുടെ കയ്യിൽ ഈ ക്രോണോഗ്രാഫ് ഓട്ടോമാറ്റിക് വെർഷൻ ഇല്ല. എന്ത് ചെയ്യും? ഈ ഒരു കോമ്പറ്റീഷനിൽ റോളക്സിന് ഒരു ഓട്ടോമാറ്റിക് വെർഷൻ മൂവ്മെന്റ് ആവശ്യമാണ്. ഇപ്പോൾ ഈ കഥ പറയുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് റോളക്സിന്റെ ക്രോണോഗ്രാഫ് മോഡലുകളെ പറ്റിയും ഒരു ചെറിയൊരു ചരിത്രം പറയേണ്ടി വരും. നമുക്കപ്പോൾ ആ ചരിത്രത്തിലേക്ക് ഒന്ന് പോയിട്ട് തിരിച്ചു വിളിക്ക് വരാം. റോളക്സിന്റെ ക്രോണോഗ്രാഫ് വെർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിരിക്കും. ഡേറ്റോണ എന്നാണ് അതിന്റെ പേര്. അതിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1930, 1950 കാലഘട്ടത്തിലാണ് ഇവർ ഈ ക്രോണോഗ്രാഫ് സൈഡിലേക്ക് വരുന്നത്. അതായത് ആ കാലഘട്ടത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കാർ റേസ് ഡ്രൈവർ ആയിരുന്നു സർ മാൽക്കം ക്യാമ്പൽ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് റേസർ. ഈ കക്ഷി US ഫ്ലോറിഡയിലുള്ള ഡേറ്റോണ ബീച്ചിന്റെ അടുത്തൊരു കാർ സർക്യൂട്ട് ഉണ്ട്. അവിടെ നടന്ന പല മത്സരങ്ങളിലും ഇയാൾ പല റെക്കോർഡ്സുകളും തകർത്ത് മുന്നേറുന്ന സമയത്ത് ഇയാൾ ഒരു റോളക്സ് വാച്ച് ഉപയോഗിച്ചിരുന്നു. അപ്പൊ അതിന്റെ പെർഫെക്ഷനും അതിന്റെ ആക്യുറസിയൊക്കെ കണ്ട് ആൾ സ്വയം ഒരു ലെറ്റർ റോളക്സിന് എഴുതുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലെറ്റർ റോളക്സിൽ കിട്ടിയപ്പോൾ അതിന്റെ ഉടമസ്ഥനായിരുന്ന ഹാൻസ് വിൽഡ്രോഫിന് ഭയങ്കര അഭിമാനം തോന്നുന്നു. ആളോടുള്ള റെസ്പെക്ടിന്റെ ഭാഗമായിട്ട് ഹാൻസ് വിൽഡ്രോഫ് ഒരു പേപ്പറിൽ പരസ്യം കൊടുക്കുകയാണ്. അതായത് ഇയാളെ തിരിച്ച് അഭിനന്ദിച്ചു കൊണ്ടിട്ടുള്ള ഒരു പരസ്യം കൊടുക്കുകയാണ്. അതിനൊപ്പം തന്നെ ആളുടെ പേരിൽ ഒരു ചെറിയ മോഡൽ വാച്ചുകളൊക്കെ റിലീസ് ചെയ്യേണ്ടത് ആ കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഈ ക്രോണോഗ്രാഫ് ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അവരാദ്യമായിട്ട് കുറച്ച് ക്രോണോഗ്രാഫുകൾ ഇറക്കുകയാണ്. അന്നത്തെ ഈ ക്രോണോഗ്രാഫിനെ ഇപ്പോൾ വിളിക്കുന്നത് പ്രീ ഡേറ്റോണ വെർഷൻ എന്നാണ്. ബിക്കോസ് ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ വാച്ചുകളിലൊന്നും ഇവർ ഡേറ്റോണ എന്നുള്ള പേര് യൂസ് ചെയ്തിട്ടില്ല. അന്ന് ഇറക്കിയിരുന്ന ഈ വാച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാണുന്ന ഡേറ്റോണയിലുള്ള ഈ ടാക്കിമീറ്ററിൽ അത് അന്ന് ഡയലിന്റെ ഉള്ളിലായിരുന്നു. അതേപോലെ അതിന്റെ സൈസ് 37mm ആയിരുന്നു. ഈ സബ് ഡയൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡേറ്റോണ എന്നുള്ള പേരുണ്ടായിരുന്നില്ല. ഒരു സിമ്പിൾ ആയിട്ട് റോളക്സ് ക്രോണോഗ്രാഫ് എന്നോ അല്ലെങ്കിൽ കോസ്മോഗ്രാഫ് എന്നൊക്കെ മാത്രമേ എഴുതിയിരുന്നുള്ളൂ. അന്ന് റിലീസ് ചെയ്തിരുന്ന ഈ വാച്ച് ൊക്കെ റെഫറൻസ് നമ്പർ 6234 6034 ഒക്കെ ആയിരുന്നു. അത് കൂടാതെ അന്ന് ഇത് മാനുവൽ വൈൻഡ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഇതിന്റെ മൂവ്മെന്റ് വോൾ ജോക്സ് എന്ന് പറഞ്ഞ ഫേമസ് ആയ കമ്പനി ഇറക്കിയിരുന്ന 72 എന്ന് പറഞ്ഞ ഒരു മോഡൽ നമ്പറുള്ള മൂവ്മെന്റിനെ റോളക്സ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി 722 727 എന്നുള്ള ഒരു മോഡൽ പേരിലൊക്കെയാണ് മൂവ്മെന്റ് അതിൽ. അത് കഴിഞ്ഞിട്ട് 1959 എത്തിയപ്പോൾ ഈ പറഞ്ഞ ഡേറ്റോണ എന്നുള്ള സർക്യൂട്ട് അവര് ഇന്റർനാഷണൽ സ്പീഡിവേ എന്ന് പറഞ്ഞ് മോഡിഫൈ ചെയ്ത് റിലീസ് ചെയ്തു. അപ്പോൾ റോളക്സിനും അതിനായിട്ട് ഒരു ബന്ധമുള്ള അതുകൊണ്ട് റോളക്സ് അതിന്റെ ഒഫീഷ്യൽ ടൈം കീപ്പറായിട്ട് മാറുകയാണ് 1962. അതുമായി ബന്ധപ്പെട്ട് 1963 ഇവർ പുതിയ വാച്ച് ഇറക്കുകയാണ്. ഇവരുടെ കയ്യിലുള്ള ക്രോണോഗ്രാഫിനെ ടോട്ടലി മോഡിഫൈ ചെയ്തിട്ടാണ് അവർ ഇറക്കണത്. മൂവ്മെന്റ് ഒന്നും മാറ്റുന്നില്ല, അതിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ മാത്രമാണ് മാറ്റുന്നത്. അങ്ങനെ വരുത്തിയ മാറ്റം എന്താണെങ്കിൽ ഈ ഡയലിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ടാക്കിമീറ്റർ അവർ ബേസലിലേക്ക് കൊണ്ടുവരികയാണ് സ്റ്റീൽ കൊണ്ട്. അതേപോലെ അവർ യൂസ് ചെയ്തിരുന്നത് 2 കളർ കോമ്പിനേഷൻസ് ആയിരുന്നു. ബ്ലാക്ക് ഡയലില് വൈറ്റ് സബ് ഡയൽസ് ആയിട്ടും അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് സബ് ഡയൽസും ആയിട്ടാണ് ഇവർ ഈ മോഡൽസ് റിലീസ് ചെയ്യുന്നത്. ഈ മോഡൽസിലാണ് ഇവർ ആദ്യമായിട്ട് ഡേറ്റോണ എന്നുള്ള പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പേരിന്റെ ജസ്റ്റ് താഴെയും അല്ലെങ്കിൽ താഴെയുള്ള സബ് ഡയലിന്റെ മുകളിലും ആയിട്ടൊക്കെയാണ് ഇവർ റിലീസ് ചെയ്തത്. ഇതിൽ ചില മോഡൽ വാട്ടർ റെസിസ്റ്റന്റ് ആയിരുന്നു, ചിലത് വാട്ടർ റെസിസ്റ്റന്റ് അല്ലായിരുന്നു. അങ്ങനെ ഇറക്കിയ സീരീസിലുള്ള വാച്ചുകളിലെ ഒന്ന് പോൾ ന്യൂമാൻ എന്ന് പറഞ്ഞ ഒരു കാർ റേസർ, ആളൊരു ആക്ടറും കൂടിയായിരുന്നു. ആൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതങ്ങനെ വളരെ ഫേമസ് ആയി. അതിനെ അവർ അതുകൊണ്ട് പോൾ ന്യൂമാൻ വെർഷൻ എന്നൊക്കെ പറയാൻ തുടങ്ങി. അതായത് ഇങ്ങോട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വാച്ച് റെക്കോർഡ് ബ്രേക്ക് പ്രൈസിലാണ് വിറ്റുപോയത്. ഇന്നും വാച്ച് ഇൻഡസ്ട്രിയിലെ സെക്കൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് വിൽപ്പനയായിട്ടാണ് അതിനെ കരുതപ്പെടുന്നത്. അതായത് $17.8 മില്യൺ ആൾ ഉപയോഗിച്ചിരുന്ന ഒരു വാച്ച് വിറ്റുപോയത്. ആ വാച്ചാണ് നിങ്ങളിതിൽ ഇപ്പോൾ കാണുന്നത്. ഡേറ്റോണ എന്നല്ല അവർ ഫസ്റ്റ് പേരിടാൻ ഉദ്ദേശിച്ചിരുന്നത്, ലെമാൻസ് എന്നായിരുന്നു പേരിടാൻ ഉദ്ദേശിച്ചിരുന്നത്. ലെമാൻസ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള മോട്ടോർ സ്പോർട്ടും അതിന്റെ പ്ലേസുമാണ്, കാർ റേസുകളാണ്. ഡേറ്റോണ എന്ന് പറഞ്ഞാൽ US ഒരു ഡേറ്റോണ സെലക്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ ഫർദർ 24 hours ഡേറ്റോണ എന്നാണ് ആ ഒരു സർക്യൂട്ടിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്പോൺസർഷിപ്പിനെയും കാര്യങ്ങളൊക്കെ പറയുന്നത്. കാലഘട്ടം നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം 1963 1965 അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ മറ്റേ ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫ് ഉണ്ടാക്കുന്ന മത്സരം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനുശേഷമാണ് ഈ 69 റോളക്സ് ഇപ്പൊ ഈ പറഞ്ഞ കഥയിൽ പറഞ്ഞ സിറ്റുവേഷനിൽ എത്തി നിൽക്കുന്നത്.
1969 അവസാനം ഡിസംബറിൽ ജപ്പാനിൽ നിന്ന് സീക്കോ വന്നിട്ട് ആസ്ട്രോൺ എന്ന് പറഞ്ഞൊരു ബോംബ് ഇട്ട് പോയി. കോട്സ് വാച്ച് 1000-ലധികം സ്വിസ് കമ്പനി പൂട്ടി കോട്സ് ഇറങ്ങിയോടുകൂടി. അത് ഞാൻ ആ ഒരു വീഡിയോയിൽ മുന്നേ പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അന്ന് നല്ല ഫേമസ് ആയി നല്ല സെയിലുള്ള കമ്പനികൾക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിടിച്ചു നിന്നൊരു കമ്പനിയാണ് റോളക്സ്. പക്ഷെ അവരിലിപ്പോൾ പ്രസന്റ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഓട്ടോമാറ്റിക് വെർഷൻ ക്രോണോഗ്രാഫ് ഇല്ലേ. ഹാമിൽട്ടനും ഹ്യൂവറൊക്കെ ഒരു നിലയ്ക്ക് പിടിച്ചങ്ങോട്ട് പോയി, ബ്രൈറ്റ്ലിംഗ് ഒക്കെ. സെനിത്ത് ആകെ പ്രശ്നത്തിലായിട്ടിരിക്കുക. എന്താ വെച്ചാൽ അവരുടെ മൂവ്മെന്റ് സൂപ്പർ ആയിരുന്നു. ജസ്റ്റ് റിലീസ് ആയില്ലേ ഉള്ളൂ, ആൾക്കാർ കണ്ടു തുടങ്ങിയിട്ടില്ലേ. അപ്പോഴേക്കാണ് ഈ കോട്സ് ക്രൈസിസ് വരുന്നത്. 69-70 അവര് മൂവ്മെന്റ് ഉണ്ടാക്കി വാച്ച് പുറത്തിറക്കിയപ്പോഴേക്കും അവർക്ക് ആകെ നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമായി. അങ്ങനെ നഷ്ടങ്ങൾ കൂടി വന്നപ്പോൾ ലാസ്റ്റ് 1971 ഇവരെ ഒരു ചിക്കാഗോ ബേസ് കമ്പനി പർച്ചേസ് ചെയ്യാണ്. അതിന്റെ പേരും സെനിത്ത് തന്നെയായിരുന്നു. പക്ഷെ അവർക്ക് ഈ വാച്ച് ഇൻഡസ്ട്രിയിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവര് ഗ്രാജുവലി അതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുക ചെയ്ത് 1975 ആയപ്പോഴേക്കും കംപ്ലീറ്റ് ഈ മൂവ്മെന്റ് ഉണ്ടാക്കുന്ന പരിപാടി തന്നെ നിർത്തലാക്കി. അങ്ങനെ അവര് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നിന്ന് തിരിച്ചു വരുന്നത് 1978-ലാണ്. അങ്ങനെയാണ് ഇവര് 1978 ആ കാലഘട്ടത്തിൽ സെനിത്തിനെ സമീപിക്കുന്നതും അവരുടെ ഓട്ടോമാറ്റിക് വെർഷനിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറയുന്നത്. അങ്ങനെ റോളക്സ് ചുമ്മാ ഇത്രയും ഫേമസ് ആയിട്ടുള്ള കമ്പനി ചുമ്മാ ഒരു മൂവ്മെന്റ് പോയി ചോദിക്കില്ലേ. 36,000 വൈബ്രേഷൻ പെർ അവർ ഉള്ള ട്രഡീഷണൽ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന കോളം വീൽ മൂവ്മെന്റ് ആയിരുന്നു അത്. 1/10 സെക്കൻഡ് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി ഒക്കെ അതിനുണ്ടായിരുന്നു. വെയിറ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇബൽ എന്ന് പറഞ്ഞൊരു കമ്പനി ഒരു ഓർഡർ കൊടുക്കുന്നത്. അങ്ങനെ അവര് ഒരു ചക്രം ഇങ്ങനെ തിരിഞ്ഞു തുടങ്ങുമ്പോഴാണ് റോളക്സ് ഈ ഒരു ആവശ്യമായിട്ട് ഇവരുടെ അടുത്ത് വരുന്നത്. ഒരു നിവൃത്തിയില്ലാണ്ട് നിൽക്കുന്ന സെനിത്ത് ഉടനെ കൈ കൊടുത്തു ഞാൻ സഹായിക്കാം. അങ്ങനെയാണ് റോളക്സിന് വേണ്ടി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എൽ പ്രൈമർ സെനിത്ത് സപ്ലൈ ചെയ്യുന്നത്. ഇത് റോളക്സിന്റെ ആ സൈസിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവര് മൂവ്മെന്റിന്റെ സൈസ് ഒക്കെ മാറ്റി 200-ലധികം മോഡിഫിക്കേഷൻ ചെയ്തെന്ന് പറയപ്പെടുന്നു. അതുകൂടാതെ ഇതിന്റെ വൈബ്രേഷൻ 36,000 കുറച്ചു കൊടുന്ന് 28,000 ലെവലിലേക്ക് എത്തിച്ചു. പല മാറ്റങ്ങൾക്കും വിധേയമായിട്ടാണ് ഇവർക്ക് 4030 എന്ന് പറഞ്ഞ ഡേറ്റോണയിൽ ഉപയോഗിക്കുന്ന മൂവ്മെന്റ് സെനിത്ത് ഡെവലപ്പ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ സെൽഫ് വൈൻഡിങ് മൂവ്മെന്റോട് കൂടി 1988-ലാണ് ഇവര് ഡേറ്റോണ വീണ്ടും പുറത്തിറക്കുന്നത്. അതിനെ സെക്കൻഡ് സീരീസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുവരെ 4 ഡിജിറ്റ് ആയിരുന്നു റെഫറൻസ് നമ്പർ. അങ്ങനെ ആദ്യമായിട്ട് 16,000 സ്റ്റാർട്ട് ചെയ്യുന്ന റെഫറൻസ് നമ്പറിലേക്ക് വരികയാണ് പുതിയ ഡേറ്റോണ. അത് അവര് 2000 വരെ തുടർന്നു. അപ്പോൾ ഈ വരുന്ന വാച്ചിലാണ് ഇവർ ആദ്യമായിട്ട് സഫയർ ക്രിസ്റ്റൽ ഒക്കെ കൊണ്ടുവരുന്നത്. അതുവരെ അക്രീലിക് ഗ്ലാസ് ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആ ഡേറ്റോണയാണ് ഓൾമോസ്റ്റ് മോഡേൺ ലെവലിലുള്ള ഡേറ്റോണ. അങ്ങനെ സെനിത്ത് അന്ന് കൊടുത്ത എൽ പ്രൈമർ കൊണ്ടാണ് ഈ ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫുകളുടെ മത്സരത്തിൽ ഡേറ്റോണയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയതും ഫർദർ വിജയങ്ങളൊക്കെ ഉണ്ടായത്. പാരലലി റോളക്സ് പല ഡെവലപ്മെന്റുകളൊക്കെ നടത്തി 2000 ആ കോൺട്രാക്ട് അവസാനിച്ചപ്പോൾ റോളക്സ് അവരുടെ പുതിയ 4130 എന്ന് പറഞ്ഞ പുതിയ മൂവ്മെന്റ് റിലീസ് ചെയ്യും. പിന്നെ 2000 തൊട്ട് തേർഡ് സീരീസ് റിലീസ് ചെയ്യാണ്. തേർഡ് സീരീസിലുള്ള വാച്ചിലാണ് ഇവർ ആദ്യമായിട്ട് സെൽഫ് വൈൻഡിങ് മൂവ്മെന്റ് അവരുടെ സ്വന്തം കൊണ്ടുവരുന്നത്. 2000 ഫർദർ ആയിട്ട് ഇവർ ഇറക്കിയ മോഡൽസ് ഒക്കെ സർട്ടിഫൈഡ് സെൽഫ് വൈൻഡിങ് ക്രോണോമീറ്റേഴ്സ് ആയിരുന്നു. പിന്നെ അവർ ഈ 24 hours ഡേറ്റോണ എന്ന് പറഞ്ഞ സ്പോർട്സ് കാർ റേസ് സ്പോൺസർഷിപ്പ് ആയി. അതിനെ ഇപ്പോൾ റോളക്സ് 24 ഡേറ്റോണ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. 4ാമത്തെ സീരീസിലാണ് അവര് പുതിയ മൂവ്മെന്റ് റിലീസ് ചെയ്യും. കേസ് ബാക്ക് ഓപ്പൺ, അതായത് ബാക്ക് സൈഡിൽ ഗ്ലാസോട് കൂടി മൂവ്മെന്റ് കാണുന്ന രീതിയിൽ റിലീസ് ചെയ്തത്. അതിന്റെ അപ്ഗ്രേഡ് വെർഷൻസ് ഒക്കെയാണ് ഇപ്പോഴുള്ള ഡേറ്റോണയിൽ ഉപയോഗിക്കുന്നത്. ഈ ഡേറ്റോണ ഒരു ഹ്യൂജ് സക്സസ് ആയിരുന്നു. റോളക്സിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും സൂപ്പറായിട്ട് വിറ്റുപോയ വാച്ചുകളാണ്. ഇപ്പോഴും ആ വാച്ചിന് ഭയങ്കര വിലയാണ്. 50 lakhs മുകളിലാണ് റീറ്റെയിൽ പ്രൈസ്. അങ്ങനെയുള്ള ഒരു വാച്ചാണ് ഡേറ്റോണ. അപ്പോൾ സെനിത്ത് കൊടുത്ത എൽ പ്രിമറോ എന്ന് പറഞ്ഞ സൂപ്പർ മൂവ്മെന്റ് ബലത്തിലാണ് ഈ ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫുകളുടെ മത്സരത്തിൽ ഡേറ്റോണയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയതും റോളക്സ് ഇത്രയധികം വിജയങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് റോളക്സിനെ സഹായിച്ച സ്വിസ് വാച്ച് കമ്പനി എന്ന് ഞാനിതിൽ പറഞ്ഞത്. അപ്പോൾ ഈ ന്യൂസ് ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമന്റ് ചെയ്യുക, ചോദ്യങ്ങൾ ചോദിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ ഇതേപോലത്തെ ടോപ്പിക്കായിട്ട് വരുന്നവരായിരിക്കും. എല്ലാവർക്കും ബൈ.